നിങ്ങൾ എന്താ വിചാരിച്ച് മോദിജി കൂപ്പുകൈ? മോദിജി ദൈവമാണ് കേട്ടോ. മോദിജി ദൈവമാവുന്നതുകൊണ്ട് മോദിജി ഇങ്ങനത്തെ ചില പരിപാടികളൊക്കെ കാണിക്കും. അതിൽ നമ്മൾ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ബയോളജിക്കൽ ദൈവം അങ്ങനെ പല സംഭവങ്ങളും കാണിക്കും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ് അല്ലേ? അതായത് നവംബർ 26, 1949 നവംബർ 26 ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നത്. അതിനുശേഷം 1950 ജനുവരി 26 ഇത് നമ്മുടെ മുമ്പിലോട്ട് വെച്ച് തരുന്ന ഒരു സംഭവം. അപ്പം ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയിൽ നമ്മുടെ രാജ്യസഭയിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഒരേ വേദിയിൽ ഒരേ സ്ഥലത്ത് തിക്കിത്തിറങ്ങി ഇരിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ സുഹ്റാൻ മംദാനിയും അതുപോലെ തന്നെ ട്രംപും കൂടെ ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതായത് സുഹ്റാൻ മംദാനിന് ഏറ്റവും കൂടുതൽ എതിർത്ത് പറഞ്ഞ ട്രംപും തിരിച്ച് ട്രംപിന് ഏറ്റവും കൂടുതൽ എതിർത്ത് പറഞ്ഞിട്ടുള്ള രണ്ടുപേരും ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റും ഒരാൾ അവിടുത്തെ ഒരു മേയറായ സമയത്ത് ഒരുമിച്ച് വന്ന് ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് എത്ര നല്ലത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്ന് വളരെ നല്ല രീതിയിൽ സംസാരിച്ച് പോയിട്ടുള്ള സംഭവം നമ്മൾ കണ്ടു. നമ്മൾ അന്ന് പറയുകയും ചെയ്തു, നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ നരേന്ദ്രമോദി വിശ്വഗുരുവും കൂടെ ഒരുമിച്ചിരുന്ന് രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരുമിച്ചൊരു സംസാരം ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ലാത്ത കാര്യം. കാരണം നമ്മുടെ വിശ്വഗുരുവും വിശ്വദൈവവും ബയോളജിക്കൽ ദൈവമൊക്കെ നടക്കുന്നു. രാഹുൽ ഗാന്ധി ഈ നാട്ടിൽ നടക്കുന്ന വോട്ട് തട്ടിപ്പും വോട്ട് കളവും അല്ലെങ്കിൽ രാജ്യത്തെ മുസ്ലിം വിരോധം അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ, ക്രിസ്ത്യൻ ഫോബിയ ഇതൊക്കെ കാണിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി രാജ്യത്തെ ദളിതരും പാവപ്പെട്ട ആൾക്കാരെയും ബുദ്ധിമുട്ടിക്കുന്ന നമ്മുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫോറിൻ പോളിസീസും നമ്മുടെ മറ്റ് ധനകാര്യങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവർ ഒരുമിച്ചൊന്നിരുന്ന് സംസാരിച്ച് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്? നമ്മൾ രാഷ്ട്രീയം മറ്റ് മതമൊക്കെ മാറ്റി നിർത്തി ഈ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? അത് ചിന്തിച്ചിട്ടുമില്ല. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. അതിട്ട് നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു പതിവാണ്. നമ്മൾ ഇരിക്കണം, നമ്മൾ സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രോഗ്രാമുകളിൽ നമ്മൾ പങ്കെടുത്തേ പറ്റൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടത്. ഇനി ഈ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞപ്പം അവിടെ കുറേ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IFS പ്രൊബേഷൻ IFSന്റെ പ്രൊബേഷനിലിരിക്കുന്ന കുറേ പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു. ആ പിള്ളേർ വന്നിട്ട് തിക്കും തിരക്കുമാണ്. എന്തിനാണ്? പ്രധാനമന്ത്രിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനാണോ? അല്ല, രാഹുൽ ഗാന്ധിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ. നമ്മൾ രാഹുൽ ഗാന്ധി അതായത് യുവത്വം തുളുമ്പട്ടെ, യുവത്വം ഒന്നുമില്ല, 55 വയസ്സായി. യുവത്വം നമ്മൾ പറയുന്നില്ല, പക്ഷേ 55 വയസ്സായി എങ്കിലും ആ ചുറുചുറുക്കോട് കൂടി കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും രാജ്യത്ത് നടക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി സംസാരിക്കാനും പറ്റുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. എന്തൊക്കെ പപ്പു എന്ന് വിളിച്ച് പറഞ്ഞാൽ അപ്പുറത്ത് എന്ത് ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമന്ത്രിയാണ് എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പിടിച്ച് ജയിലിലിടും, രാജ്യദ്രോഹിയാവും എന്നുള്ളത് കൊണ്ട് പ്രധാനമന്ത്രിക്ക് ഇവിടെ വന്നിട്ട് രാഹുൽ ഗാന്ധിനെ പപ്പു മറ്റേന്നൊക്കെ വിളിക്കുക. അപ്പുറത്ത് നമ്മളാകെ വിശ്വഗുരു അല്ലെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ ദൈവം, മോദി അവതാരം, രാമൻ്റെ അവതാരം എന്നൊക്കെ പറയുന്നുണ്ടോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി. രാമൻ്റെ അവതാരമായിട്ടുള്ള നമ്മുടെ മോദിജിനെ പറ്റി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്ത് മണ്ടത്തരം വിളിച്ച് പറഞ്ഞാൽ ഏത് നാട്ടിൽ പോയിട്ട് ഉങ്കിലി അതായത് ഈ മറ്റേ വിരൽ വെച്ച് എന്ത് ഗോഷ്ടി കളിച്ചാൽ നമ്മൾ അയ്യോ പാവം പൊളിയല്ലേ അടിപൊളിയല്ലേ എന്ന് സംസാരിക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. നമ്മുടെ നാട് അങ്ങനെ ആയിപ്പോയി. അപ്പം ഇന്ന് ഈ പ്രവേശനിൽ വന്ന പിള്ളേർ രാഹുൽ ഗാന്ധിൻ്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ തിക്കും തിരക്കും കാണിച്ചൊരു അവസ്ഥയെ നമ്മൾ ഈ കണ്ടുകൊടുക്കുന്നത്. ഇതേ സ്ഥാനത്ത് നമ്മുടെ മോദിജിക്ക് ആ വഴിക്ക് നമ്മളെ പിള്ളേരെ അടുപ്പിച്ചിട്ടില്ല. അത് പണ്ടും അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്തെ ഈ വിദ്യാഭ്യാസവും വിവരവും ബോധവും ഒന്നുമില്ലാത്ത കുറേ ചങ്കി കുഞ്ഞുങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ പിള്ളേർ മോദിജിക്ക് ജയ്, ചാണകം കി ജയ് എന്നൊക്കെ വിളിച്ച് വിശ്വഗുരു കി ജയ്, പശുമ്പ കി ജയ്, പശുവിൻ്റെ ചാണകം കി ജയ്, പശുവിൻ്റെ മൂത്രം കി ജയ് എന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരായിരിക്കും. അതല്ലാണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം മോശമാണ്, രാജ്യത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, അതുകൊണ്ട് നല്ല നല്ല വിവരം കോണമുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യും? രാഹുൽ ഗാന്ധിൻ്റെ കൂടെ ഇരിക്കാനും ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും കൂടെയുള്ള നല്ല നല്ല ഡിസ്കഷൻസിൽ പങ്കെടുക്കാനും ചാൻസസ് വളരെ അധികമാണ്. പിന്നെ മോദിജി ഈ പത്രസമ്മേളനങ്ങളിലും ഡിസ്കഷൻസിലും കാര്യങ്ങളൊന്നും വരാറില്ല. ഏതെങ്കിലുമൊക്കെ ഗോദി മീഡിയ നമ്മുടെ മോദിജിനെ ഇച്ചിരി പൊക്കും എന്ന് കാണുന്ന ചില പരിപാടിക്ക് മാത്രം മോദിജി വരും. നമ്മൾ ടെലിയും പ്രോംപ്റ്ററൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കും. അതല്ലാത്ത ഒരു പരിപാടി നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇല്ല. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു രാഹുൽ ഗാന്ധി ഒരു സ്കൂളിൽ പോയിട്ട് പിള്ളേരുടെ കൂടെ ഇരുന്നിട്ട് ആ പിള്ളേരുടെ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു സമാധാനം, എല്ലാവരുടെ ഒരു സന്തോഷം നമ്മൾ കാണണമായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ല വീഡിയോ?
Judge, what do you want me to do when you go out? Judge. Nice. I'm happy. What do you say? I'm very happy to hear that. I'm proud of you. Happy birthday to Navpreet. All the best for a great music. Okay? I'm very happy to hear that. ഇതാണ് ആ വീഡിയോ. ഇതാണ് ഇതേ സ്ഥാനത്ത് നമ്മുടെ മോദിജി എന്താ ചെയ്യുക? മോദിജി ഇവിടെ, അതായത് വലിയ വലിയ ആൾക്കാരെ മക്കളെ കൂടെ ഒക്കെ ആണെങ്കിൽ മോദിജി പൈസ ഇവിടെ വെക്കും, പൈസ തട്ടും, പൈസ ഇവിടെ വെക്കും, പൈസ തട്ടും. ഞാൻ തമാശ പറഞ്ഞില്ല, നമ്മുടെ പൈസ തട്ടി നമ്മുടെ പൈസ ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ $1 ഏകദേശം 90 രൂപ ആയിട്ടുണ്ട്. അതവിടെ കിടക്കുന്നുണ്ട്. മോദിജി ഒന്ന് തമാശക്ക് കാണിച്ചാണെങ്കിലും മോദിജി 2014 പറഞ്ഞ കണക്ക് വെച്ചിട്ട് മോദിജി വല്ലാത്തൊരു പഹയനാട്ടോ. കിടക്കുന്നതാ പൈസ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ കാണാനില്ല. 90 ആയി, കുറച്ചുകൂടെ 100 അങ്ങോട്ട് പോകും. ആ അവസ്ഥയിൽ നമ്മുടെ പൈസ എത്തിച്ചിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ മോദിജി ഒരു ബാരിക്കേഡൊക്കെ വെച്ചിട്ട് പാവപ്പെട്ട പിള്ളേരെങ്കിൽ അവിടെ നിൽക്കും. തൊട്ടില്ല എന്നുള്ള രീതി മോദിജീൻ്റെ ഒരു സ്റ്റൈൽ അതാണ്. നിങ്ങൾ ആ വീഡിയോയും കണ്ടു കാണും. നിങ്ങൾ കണ്ടില്ലേ? നല്ല മെച്ചമുള്ള പിള്ളേരൊന്നും അല്ലെങ്കിൽ മോദിജി ഇങ്ങനെ ഒരു ബാരിക്കേഡിന് അപ്പുറത്ത് നിന്നേ തൊടാൻ പോകാറുള്ളൂ. അതല്ല, പിന്നെ മോദി ചില ഫോട്ടോഷൂട്ടിന് വരുന്ന സമയത്ത് നമ്മുടെ വയനാട്ടിൽ നിങ്ങൾ കണ്ടിരുന്നു, നമ്മുടെ ആദില മോൾ, എന്താ കൊച്ചിൻ്റെ പേര് മറന്നുപോയി, വെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, ഹോസ്പിറ്റലിൽ എന്തായിരുന്നു ഫോട്ടോഷൂട്ട്. എന്നിട്ട് ആ കുട്ടി ഇപ്പോഴും കിടക്കുന്നത് വല്ല ദുരിതാശ്വാസ കേന്ദ്രത്തിലോ അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പട്ടിണി പാവായിട്ട് കിടക്കുന്നുണ്ടാവും. മോദിജി കൊടുക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒരു തുരുമ്പ് പോലും നമ്മുടെ മോദിജി കൊടുത്തിട്ടില്ല, കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല വയനാടിന് വേണ്ടിയിട്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. പക്ഷെ ഫോട്ടോഷൂട്ട് ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു, കിടിലനായിരുന്നു. ഏതൊക്കെ ആംഗിളുകളായിരുന്നു ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്കറിയാം. വീഡിയോ ഒക്കെ എന്തായിരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്ന ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് മോദിജിയുടെ ഒരു ലൈൻ. രാഹുൽ ഗാന്ധിൻ്റെ ലൈൻ അങ്ങനെയല്ല. പിള്ളേരാണെങ്കിലും ആരാണെങ്കിലും വന്ന് ആ ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ സെൽഫി എടുക്കാനും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു സഹായത്തിനെ പറ്റി സംസാരിക്കാനെങ്കിലും ചെയ്യുകയും ചെയ്യും. അത് വേണ്ട രീതിയിൽ എടുക്കുകയും ചെയ്യും. അതാണ് രാഹുൽ ഗാന്ധി, നമ്മുടെ പ്രതിപക്ഷ നേതാവ്. പുറത്ത് മോദിജി ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടി കാണിക്കുന്ന ചില കോപ്രായങ്ങൾ മാത്രമാണ് സാധാരണ നമ്മൾ കാണാറ്. ഇനി ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ തുടങ്ങിയത് നമ്മൾ ഒരുപാട് വഴി മാറി പോകുന്നുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഒരു സ്റ്റേജിൽ പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിനെപ്പറ്റി വീഡിയോ കണ്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ये देश जो है भारत माता, ये संविधान जो है ये भारत माता का संविधान है. ये भारत माता का संविधान है. इसको अंबेडकर जी ने, गांधी जी ने, नेहरू जी ने, पटेल जी ने लिखा है, बनवाया है. मगर इसमें 3000 साल पुरानी आवाज है, हिंदुस्तान की आत्मा की आवाज है. और जब ये लोग वोट चोरी करते हैं तो ये इस आत्मा पर आक्रमण करते हैं, ये इस संविधान पर आक्रमण करते हैं. ये भारत माता पर आक्रमण कर रहे हैं. और हम भारत माता पे ना नरेंद्र मोदी को ना इलेक्शन कमीशन को आक्रमण करने देंगे. इस संविधान को कोई नहीं मिटा सकता, इस संविधान को कोई नहीं छू सकता. और इलेक्शन कमिश्नर, आप अच्छी तरह समझ लो, अगर आपने अपना काम नहीं किया तो आप पर सख्त कार्रवाई होने जा रही है. രാഹുൽ ഗാന്ധി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിന്റെ ട്രാൻസ്ലേഷനാണ് പറയുന്നത്. അതായത് ഭാരത മാതാവിന്റെ ഭരണഘടന എന്ന് വിശേഷിപ്പിക്കുന്ന ആത്മാവിന്റെ ശബ്ദം അംബേദ്കർ, ഗാന്ധി, നെഹ്റു, പട്ടേൽ എന്നിവർ ചേർന്നതാണ് ഇത് അവർ ചേർന്നിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ 3000 വർഷത്തോളം പഴക്കമുള്ള ഹിന്ദുസ്ഥാൻ്റെ ആത്മാവും ശബ്ദവും ഇതിനുണ്ട്. വോട്ട് മോഷണത്തിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ്, ഇതിൻ്റെ കൂടെ രാഹുൽ ഗാന്ധി വേറെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ വോട്ട് മോഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കുള്ളൊരു മുന്നറിയിപ്പും കൂടെ ഇതിൽ രാഹുൽ കൊടുക്കുന്നുണ്ട്. ഈ ആളുകൾ വോട്ട് മോഷ്ടിക്കുന്ന സമയത്ത് അവർ ഈ ആത്മാവിനെയാണ് ആക്രമിക്കുന്നത്, അവർ ഈ ഭരണഘടനയെയാണ് ആക്രമിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഭാരത മാതാവിനെയാണ് ആക്രമിക്കുന്നതെന്നും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണറോട് ഒരു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയോ ഇലക്ഷൻ കമ്മീഷനോ ഭാരത മാതാവിനെ ആക്രമിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ ഭരണഘടന ആർക്കും ഇല്ലാതാക്കാനോ തൊടാനോ കഴിയില്ല. ഇലക്ഷൻ കമ്മീഷനുള്ള താക്കീതായിരുന്നു ഇത്. ഇതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. നിങ്ങൾ ശരിക്കും ജോലി, അതായത് നിങ്ങൾക്ക് തന്ന ജോലി മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പരിപാടികൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളോ ഒരു കർശന നടപടികൾക്കോ ആൾക്കാർ പോകുന്നില്ല എന്നാണ് ഈ ഒരു പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിട്ടുള്ളത്. സത്യമാണ്. നമ്മുടെ ഭരണഘടന മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ബയാസ്ഡായി നിൽക്കാൻ പറ്റാത്ത നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും നമ്മുടെ ഹൈക്കോർട്ടും നമ്മുടെ EDയും NIAയും CBIയും എന്ത് നിങ്ങളെടുത്തോ ഇതെല്ലാം ഈ പറഞ്ഞ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് അതല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു വിശ്വഗുരുവിന് വേണ്ടി എന്ത് ചെറ്റത്തരം ചെയ്യുന്നുള്ള അവസ്ഥയിലൂടെ നമ്മുടെ രാജ്യം എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ഘടന അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നുണ്ട്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ രാജ്യം ഏത് അവസ്ഥയിലാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ വിശ്വഗുരു ആക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ വിശ്വ ചക്കഗുരു ആക്കിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും.